ഓക്കെ, നല്ല കിഡിലുണ്ട് ജ്യൂസുകൾ. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം തണുപ്പിച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന വയറ്റിനും സുഖമാണിത്. അങ്ങനത്തെ 2 ജ്യൂസാണ്. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ 2 ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടാണ്. ഇതൊരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ടേ. ഒരു മാങ്ങ, ഒരു വലിയൊരു മാങ്ങയാണ്, പഴുത്ത മാങ്ങയാണ്, മധുരമുള്ള മാങ്ങയാണ്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം, കണ്ടോ, തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ച് തിളപ്പിച്ച്. ഞാൻ ഐസ് ഇടുന്നില്ല, ഐസ് വേണ്ടവർക്ക് ഐസ് കഷ്ണം ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ തണുത്ത വെള്ളം എടുത്ത് വെച്ചേക്കണം. നമുക്ക് ആദ്യമേ സ്മൂത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ ഇങ്ങോട്ട് എടുക്കാം. ഇതിനകത്ത് സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വറുത്ത കപ്പലണ്ടിയാണ് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഉണ്ട്, അതിട്ട് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിക്കട്ടെ. ആദ്യം ഇത് കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ മാങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 350-400 ഗ്രാം അടുത്ത് തൂക്കമുള്ളൊരു മാങ്ങയാണേ. ഇതിനകത്ത് ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് ചെറിയൊരു മുറി തേങ്ങയുടെ അതിലും കുറഞ്ഞ് ഒരു 1/4 തിരിങ്ങിയ തേങ്ങ, ഒരു മുറിയിൽ നിന്ന് തിരിങ്ങിയിട്ട് അതിൻ്റെ പാതി തേങ്ങ എടുത്തിട്ട് തേങ്ങാവെള്ളമാണ്, അല്ല തേങ്ങാവെള്ളമല്ല തേങ്ങാപ്പാൽ, അത് ഒഴിച്ചു കൊടുത്തേ. ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ മാങ്ങയും തേങ്ങാപ്പാലും തേങ്ങാവെള്ളമൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം അത് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ മാംഗോ സ്മൂത്തി റെഡിയായി. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെക്കേ. ഇത് രസമാണെന്നറിയാം ഇത് കുടിക്കാൻ. ഇത് നല്ല മനസ്സും ശരീരവും ഒക്കെ നല്ലൊരു തണുപ്പ് കിട്ടും, നല്ല ശരീരത്തിനെ നല്ല തണുപ്പിക്കും ഇത്. അപ്പോൾ ഇത് പിടിക്കട്ടെ. ഇനി നമുക്ക് കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കേ. കുക്കുംബർ ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കുംബർ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു പിടി പുതിനയുടെ ഇല അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ഇട്ട് കൊടുക്കേ, ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ്. ഇതിനകത്ത് 1 ടീസ്പൂൺ പിഴിഞ്ഞ പുളി. ഞാൻ പുളിയുടെ പൾപ്പാണ്, പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയെടുത്തതിൻ്റെ പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് തണുത്ത വെള്ളം മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കുംബർ ജ്യൂസും റെഡി. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് ഇത് ഒഴിച്ചേക്കുന്നത്. എന്ത് സുഖമെന്നറിയാമോ ഇത് ശരീരത്തിന്. ഈ ചൂട് സമയത്ത് ഇതൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇതിങ്ങനെ അടിച്ചിട്ട് കുപ്പിയിലൊഴിച്ച് വെച്ചിരുന്നാൽ മതി. വെയിലത്തൊക്കെ പോയിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമോട്ട് കുടിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഇത് കുടിക്കാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ മാംഗോയുടെ. ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റേ.
നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസും ഒരു മാംഗോ സ്മൂത്തിയും. നല്ല ടേസ്റ്റാണ്, ഇത് രണ്ടും കഴിക്കുക. ഇതിന് തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും ആ തേങ്ങ വെള്ളത്തിൻ്റെ, നമ്മളിപ്പോൾ തേങ്ങ എടുക്കുന്ന വെള്ളമില്ലേ, അതൊന്ന് ഫ്രിഡ്ജിനകത്തൊരു അടച്ച് 1-2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. പിന്നെ അതിൻ്റെ തേങ്ങാപ്പാലും അയ്യോ നല്ല ടേസ്റ്റാണ്. ആ മാങ്ങയുടെ ഇതും ശർക്കരയുടെ, മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കാം, ശർക്കരയ്ക്ക് പകരം തേൻ ഒഴിച്ച് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം, എന്ത് വേണം. ഇത് മധുരത്തിന് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് പുളി നല്ല ടേസ്റ്റാണ്. പുളി ഉണ്ടെന്നറിയാം, ചെറിയൊരു പുളിയും ഒരു ചെറിയൊരു ഉപ്പും. തണുപ്പത്തുനിന്ന് വന്ന് കയറുമ്പോൾ എൻ്റെ അമ്മ ഇത് കുടിക്കാനായിട്ട് എന്ത് സുഖമാണെന്നറിയാവും. ശരീരത്തിന് പ്രത്യേക ഒരു തണുപ്പാണ് കിട്ടുന്നത്. മനസ്സും ശരീരവും തണുത്ത് ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയോ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നല്ല കിഡിലുണ്ട് ജ്യൂസുകൾ. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം തണുപ്പിച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന, വയറ്റിനും സുഖമാണിത്. അങ്ങനത്തെ 2 ജ്യൂസാണ്. ശർക്കരയ്ക്ക് പകരം തേനും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.